Hi my dear children, welcome to the accountancy class. ഇന്ന് നമുക്ക് ഡിസൊല്യൂഷൻ്റെ നാലാമത്തെ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 229 പേജിലെ ക്വസ്റ്റ്യൻ ആണത്. നോക്കാം. നയന ആൻഡ് അരുഷി വേർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി. നയനയും അരുഷിയും തുല്യമായി ലാഭം പങ്കിട്ടിരുന്ന രണ്ട് പാർട്ട്നേഴ്സാണ്. തുല്യമായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 1:1. Their balance sheet as on March 31st, 2017 was as follows. 2017 മാർച്ച് 31 ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഓഫ് നയന ആൻഡ് അരുഷി ആസ് ഓൺ മാർച്ച് 31st, 2017. ക്യാപിറ്റൽ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അരുഷിയുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഉണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, മെഷീനറി, കറണ്ട് അക്കൗണ്ട് ബാലൻസ്. ഇത്രയുമാണ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. ഇനി ദ ഫേം വാസ് ഡിസോൾവ് ഓൺ ദി അബൌ ഡേറ്റ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ഫേം ഡിസോൾവ് ആകുന്നു. ഒന്ന്, നയന took over 50% of the stock at 10% less on its book value and the remaining stock was sold at a gain of 15%. സ്റ്റോക്കിൻ്റെ 50% ബുക്ക് വാല്യൂവിൻ്റെ 10% കുറച്ച് നയന ഏറ്റെടുത്തു. 50%, അതായത് സ്റ്റോക്കിൻ്റെ 50%. അതിൻ്റെ വില എങ്ങനെയാണ്? ബുക്ക് വാല്യൂയിലും 10% കുറച്ചാണ് നയന ഏറ്റെടുക്കുന്നത്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ 50% നയന ഏറ്റെടുക്കുകയാണ്. പക്ഷെ അതിൻ്റെ വില എങ്ങനെയാണ്? ബുക്ക് വാല്യൂവിനേക്കാൾ 10% കുറച്ചാണ് ഏറ്റെടുക്കുന്നത്. ആൻഡ് ദ റിമൈനിങ് സ്റ്റോക്ക് വാസ് സോൾഡ് അറ്റ് എ ഗെയിൻ ഓഫ് 15%. ബാക്കിയുള്ള സ്റ്റോക്ക് 15% ലാഭത്തിന് വിറ്റു. നയന പകുതിയല്ലേ എടുത്തിട്ടുള്ളൂ, ബാക്കി പകുതി 15% ലാഭത്തിൽ വിറ്റു. ഫർണിച്ചർ ആൻഡ് മെഷീനറി റിയലൈസ്ഡ് ഫോർ ₹30,000 ആൻഡ് ₹50,000 റെസ്പെക്റ്റീവ്ലി. ഫർണിച്ചർ വിറ്റപ്പോൾ 30,000 കിട്ടി, മെഷീനറിയുടെ വില 50,000 ആണ്. വിറ്റപ്പോൾ കിട്ടിയ വില, റിയലൈസ് ചെയ്ത വില. There was an unrecorded investment which was sold for ₹34,000. ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു അസറ്റ് അവിടെ ഉണ്ട്, ഒരു അൺറെക്കോർഡഡ് അസറ്റ്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം. അതിൻ്റെ റിയലൈസേഷൻ വാല്യൂ എന്ന് പറയുന്നത് 34,000 ആണ്. അത് വിറ്റപ്പോൾ 34,000 കിട്ടി. അതായത് ഒരു അൺറെക്കോർഡഡ് അസറ്റ് ആണല്ലോ അത്. മൂന്നാമത്തെ, ഡെപ്റ്റേഴ്സ് റിയലൈസ്ഡ് 90% only and ₹1,200 were recovered for bad debts written off last year. ഡെറ്റേഴ്സിൻ്റെ 90%, അതായത് 90% മാത്രമേ പിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം സൺഡ്രി ഡെറ്റേഴ്സ് എത്രയുണ്ട്? 25,000. അതിൻ്റെ 90% മാത്രമേ പിരിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 25,000 × 90/100, അതായത് 22,500 മാത്രമേ ഡെറ്റേഴ്സിൻ്റെ അടുക്കിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ₹1,200 were recovered for bad debt written off last year. ഇവിടെ എന്താ പറയുന്നത്? കഴിഞ്ഞ വർഷം കിട്ടാക്കടമായിട്ട് എഴുതി തള്ളി ഒരു ₹1,200 ഇപ്പം നമ്മൾ പിരിഞ്ഞെടുത്തു. നമ്മൾ കഴിഞ്ഞ വർഷം ബാഡ് ഡെറ്റ് ആയിട്ട് നമ്മൾ എഴുതി തള്ളിയതാണ്, റൈറ്റ് ഓഫ് ചെയ്തതാണ്. അത് ഈ വർഷം എന്ത് ചെയ്തു? കിട്ടി. വേറെ റിക്കവേർഡ്, അത് ഈ വർഷം നമുക്ക് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കഴിഞ്ഞ വർഷം കിട്ടാക്കടമായിട്ട് എഴുതി തള്ളിയ ₹1,200 ഇപ്പോൾ നമ്മൾ പിരിച്ചെടുത്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? There was an outstanding bill for repairs which had to be paid for ₹2,000. റിപ്പയർ നടത്തിയ ഇനത്തിൽ ഒരു ₹2,000 ബില്ല് കൊടുക്കാനുണ്ട്. അപ്പം ഇനി അത് കൊടുത്തിട്ടില്ല ഇതുവരെ. റിപ്പയറിങ്ങിൻ്റെ ഈ ബില്ല് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഇനി നമ്മൾ കൊടുക്കാനുണ്ട്. Record necessary journal entries and prepare ledger accounts to close the books of the firm. നമ്മളോട് പറഞ്ഞേക്കുന്ന ആവശ്യമായ ജേർണൽ എൻട്രികൾ രേഖപ്പെടുത്തി ബുക്സ് ഓഫ് ഫേം ക്ലോസ് ചെയ്യുന്നതിനുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും തയ്യാറാക്കാനായിട്ട്.
ആദ്യം ലെഡ്ജർ എൻട്രി, ആദ്യം നമുക്ക് ജേർണൽ എൻട്രി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ, ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസിൻ്റെ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ് ഇതിലേക്ക്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതേതൊക്കെയാണ്? അസറ്റിലാണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട, പിന്നെ ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യരുത്, ഇത് കറണ്ട് അക്കൗണ്ടിൽ പോകേണ്ടതാണ്. ഇവിടെ ആണെങ്കിൽ ലയബിലിറ്റീസിലാണെങ്കിൽ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യരുത്, ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോകേണ്ടതാണ്. കറണ്ട് അക്കൗണ്ട് ബാലൻസ് അരുഷിയുടെ ഉണ്ട്, അത് എങ്ങോട്ട് പോകേണ്ടതാണ്? കറണ്ട് അക്കൗണ്ടിൽ പോകേണ്ടതാണ്. പിന്നെ വർക്ക്മെൻ കോമ്പൻസേഷൻ ഒരു റിസർവ് ആണല്ലോ, റിസർവ് ഫണ്ടാണ്, അതും ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോകേണ്ടതാണ്, അതും ട്രാൻസ്ഫർ ചെയ്യരുത്. ഇനി ഒരു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് 5000-ൻ്റെ, ലയബിലിറ്റി സൈഡിൽ അതല്ലേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും. അപ്പോൾ നമുക്ക് ആദ്യം അസറ്റ് അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്യാം. അസറ്റ് അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട്, ഡെറ്റർ ടു അസറ്റ്സ് അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ എമൗണ്ട് കൊടുക്കുക. അക്കൗണ്ടിൽ ഏതൊക്കെയാണ് വരുന്നത്? ടു ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് 25,000, എല്ലാം ഏത് വാല്യൂവിൽ വേണം? ബുക്ക് വാല്യൂവിൽ കേട്ടോ, ബുക്ക് വാല്യൂവിൽ 25,000. അതുപോലെ സ്റ്റോക്ക് 35,000, ഫർണിച്ചർ 40,000, മെഷീനറി 60,000. ഇപ്പോൾ ഇത്രയും അസറ്റിനാണ് നമ്മൾ ആദ്യം അങ്ങോട്ട് മാറ്റിയേക്കുന്നത്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,60,000 ആണ്. ഇനി നമുക്ക് എന്ത് മാറ്റണം? അസറ്റുകളെ മാറ്റി ഇനി നമുക്ക് ലയബിലിറ്റീസിനെ ട്രാൻസ്ഫർ ചെയ്യണം. ലയബിലിറ്റീസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ലയബിലിറ്റി അക്കൗണ്ട്, ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നല്ലേ. ഇവിടെയുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ക്രെഡിറ്റേഴ്സ് 20,000 ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 5,000 ഉണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 20,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഡെറ്റർ 5,000, ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ 25,000 അല്ലേ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്നാ ചെയ്യണം? അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ അസറ്റ് വിൽക്കുമല്ലേ, അപ്പോൾ അസറ്റ് എല്ലാം വിൽക്കണം, ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം അസറ്റ് വിൽക്കുന്ന എൻട്രി ചെയ്താൽ, എന്നിട്ട് നമുക്ക് ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന എഴുതാം. അപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അസറ്റാണ് ഇവിടെ വിറ്റിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിച്ചങ്ങ് എഴുതിയേക്കുവാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാം ഓരോന്ന് നമ്മൾ എഴുതി കണ്ടുപിടിക്കണം, അസറ്റ് വിറ്റിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. നോക്കിക്കേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻഫോർമേഷൻ വായിച്ചു നോക്കണം, എത്ര രൂപയ്ക്കാണ് വിറ്റതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. നയന ടുക്ക് ഓവർ 50% ഓഫ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താണ്? നയന സ്റ്റോക്കിൻ്റെ 50% എടുത്തു. ഏത് വിലയ്ക്കാണ്? ബുക്ക് വാല്യൂവിൽ 10% കുറഞ്ഞ വിലയ്ക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം, ആദ്യം ഇത് ഒരു പാർട്ട്ണർ ഒരു അസറ്റ് ടേക്ക് ഓവർ ചെയ്തേക്കുന്നതാണല്ലോ അല്ലേ. നയന എന്ന് പറയുന്ന പാർട്ട്ണർ സ്റ്റോക്കിൻ്റെ ഒരു ഭാഗം ടേക്ക് ഓവർ ചെയ്തേക്കുന്നതാണ്. അത് നോക്കാം, അത് നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റ് വാല്യൂ, അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 50% ഓഫ് സ്റ്റോക്ക് അറ്റ് 10% ലെസ് ഓൺ ഇറ്റ്സ് ബുക്ക് വാല്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം 35,000 രൂപയുടെ സ്റ്റോക്കാണുള്ളത്. അതിൻ്റെ 50% എന്ന് പറയുമ്പം നയന എത്രയാണ് എടുത്തിരിക്കുന്നത്? 17,500 രൂപയുടെ സ്റ്റോക്കാണ് നയന എടുത്തിരിക്കുന്നത്. ഇനി ആ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് ബുക്ക് വാല്യൂവിലും 10% കുറച്ചാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 17,500 ഇടാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ 10% എന്ത് ചെയ്യണം? കുറയ്ക്കണം. 17,500ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1,750 വരുന്നത്. അപ്പോൾ 17,500-ൽ നിന്ന് ഈ 1,750 കുറച്ച് എത്ര രൂപയുടെ സ്റ്റോക്കാണ് നയന ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്? 15,750 രൂപയുടെ സ്റ്റോക്കാണ് നയന ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അപ്പോൾ അതിൻ്റെ എൻട്രി എന്താണ്? ഒരു പാർട്ട്ണർ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എൻട്രി എങ്ങനെയാണ്? ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ എത്ര രൂപയുടെയാണ്? 15,750. അപ്പോൾ ഏത് പാർട്ട്ണർ എടുത്തിരിക്കുന്നത്? നയന. അപ്പം നയനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്നത് ആ എൻട്രി ആണ് കേട്ടോ. ഹാഫ് സ്റ്റോക്ക് ടേക്ക് ഓവർ ബൈ നയന അറ്റ് 10% ലെസ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അസറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം.
സ്റ്റോക്കിൻ്റെ പകുതി പോയി. ഇനിയിപ്പോൾ എത്രയേ ഉള്ളൂ? 35,000 രൂപയുടെ സ്റ്റോക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പകുതി പോയി, ബാക്കി 17,500 രൂപയുടെ സ്റ്റോക്കേ ഉള്ളൂ. ഇനി ആ സ്റ്റോക്കിൽ പകുതിയുള്ള സ്റ്റോക്ക്, ബാക്കിയുള്ള സ്റ്റോക്ക് വിറ്റു. എത്ര രൂപ ഗെയിനാണ്? 15% വില കൂടി. ഈ ഇരിക്കുന്നതിലും 15% കൂടിയ വിലയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോക്കിൻ്റെ വിറ്റ വില കണ്ടുപിടിക്കാം. അപ്പോൾ ഗെയിൻ ഓഫ് 15% എന്ന് പറയുമ്പോൾ 17,500ൻ്റെ 15% എന്ന് പറയുമ്പോൾ 2,625 രൂപയും കൂടി കൂടുതൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതായത് 17,500 അതിൻ്റെ കൂടെ അതിൻ്റെ 15% ഗെയിൻ കിട്ടിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2,625 കൂടി ചേർത്ത് നമുക്ക് എത്ര രൂപയാണ് സ്റ്റോക്ക് വിറ്റപ്പോൾ കിട്ടിയത്? 20,125 രൂപ സ്റ്റോക്ക് റിയലൈസ് ചെയ്തപ്പോൾ കിട്ടി. മനസ്സിലായില്ലേ? അതായത് പകുതിയാണ് ഇരിപ്പുള്ളൂ, പകുതി ആരെടുത്തു? നയന എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പകുതി വിറ്റിരിക്കുന്നത് തന്നെ 15% ഗെയിനിനാണ്. അപ്പോൾ ആ പകുതി ഇരുന്ന സ്റ്റോക്കിൻ്റെ 15% എന്ന് പറയുമ്പോൾ 2,625. അപ്പം അതും 17,500 കൂടെ ചേർത്ത് എത്ര രൂപ കിട്ടി? 20,125. ഇനി അടുത്തത് ഫർണിച്ചറിൻ്റെയും മെഷീനറിയുടെയും റിയലൈസേഷൻ വാല്യൂ തന്നിട്ടുണ്ട് 30,000, 50,000. അപ്പോൾ അത് നേരെ അങ്ങോട്ട് എഴുതി. ഫർണിച്ചറിൻ്റെ 30,000, മെഷീനറിയുടെ 50,000. ഇനി എന്താ പറയുന്നത്? There was an unrecorded investment which was sold for ₹34,000. ഒരു നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത ഒരു അസറ്റായി ഇൻവെസ്റ്റ്മെൻറ്റ് കിടപ്പുണ്ടായിരുന്നു. അത് വിറ്റപ്പോൾ കിട്ടിയത് എത്രയാണ്? 34. അപ്പോൾ അതിന് ബുക്ക് വാല്യൂ ഒന്നുമില്ല. നമുക്ക് വിറ്റപ്പോൾ കിട്ടിയ വില അത് നേരെ അങ്ങോട്ട് എഴുതുക, 34,000. ഇനി അടുത്തത് ഡെപ്റ്റേഴ്സ് റിയലൈസ് 90% ഉള്ളി. ഡെപ്റ്റേഴ്സ് എത്ര മാത്രമേ നമുക്ക് പൈസ തന്നുള്ളൂ? റിയലൈസ് ചെയ്ത് കിട്ടിയത് 90%. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 25,000. ഡെറ്റേഴ്സ് 25,000 രൂപയുടെ ഡെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ 90% കിട്ടിയതെന്ന് പറയുമ്പോൾ എത്രയാണ്? 25,000 ഇൻറ്റു 90/100, 22,500 രൂപയാണ് ഡെറ്റേഴ്സിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പിരിഞ്ഞു കിട്ടിയത്. മനസ്സിലായില്ലേ? ഇനി ഒരു ചെറിയ കാര്യം കൂടി അവിടെ കിടപ്പുണ്ട്. ഏതാണ്? 1,200 രൂപ വേർ റിക്കവേർഡ് ഫോർ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് ലാസ്റ്റ് ഇയർ അല്ലേ? അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ബാഡ് ഡെപ്റ്റായിട്ട് എഴുതി തള്ളിയതായിരുന്നു 1,200 രൂപ. അത് ഇപ്പം നമുക്ക് കിട്ടി. അപ്പം നമുക്ക് അതുകൂടെ എഴുതാമല്ലോ. ഇപ്പം എന്തെന്താ എഴുതുന്നത്? ബാഡ് ഡെപ്റ്റ്സ് റിക്കവേർഡ് എത്രയാണ്? 1,200 രൂപ. അപ്പം ഇത്രയുമാണ് നമുക്ക് റിയലൈസ് ചെയ്തിട്ടുള്ള അസറ്റ്സും അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 1,57,825, 1,57,825 രൂപയുടെ അസറ്റ്സ് നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ എൻട്രി എഴുതാമല്ലോ. ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ്? ഇത്രയും പൈസ നമുക്ക് കിട്ടിയതാണ് അല്ലേ? അപ്പോൾ ഏത് അക്കൗണ്ട്? ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട്, ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന്. അപ്പോൾ അസറ്റ്സ് വിറ്റു, ബാഡ് ഡെറ്റ് കിട്ടി, എല്ലാം കൂടെ ഉൾപ്പെടെ 1,57,825 രൂപ. മനസ്സിലായില്ല? പിന്നെ സ്റ്റോക്കിൻ്റെ ഇതിൻ്റെ പറഞ്ഞതാണല്ലോ, അത് പറഞ്ഞതാണ്. ഇനി നമുക്കിവിടെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന ഒരു എൻട്രിയും കൂടി ഉണ്ട്. അസറ്റൊക്കെ വിറ്റ് ഇനി നമ്മൾ എന്തും ചെയ്യുന്നു? ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നു. ഇപ്പോൾ ലയബിലിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അതുകൊണ്ട് എങ്ങനെയേ വരുള്ളൂ? ടു ബാങ്കിൽ നിന്നേ വരുള്ളൂ. അപ്പോൾ ഏത് അക്കൗണ്ട്? ഡെറ്റർ റിയലൈസേഷൻ അക്കൗണ്ട്, ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ക്രെഡിറ്റേഴ്സിൻ്റെ അല്ലേ? അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ ലയബിലിറ്റി ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 20,000 കൊടുക്കണം. പിന്നെ എന്താണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കിടപ്പുണ്ട് 5,000. പിന്നെ ഇവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ബില്ല് കിടക്കാറുണ്ട്. ഇത്രയും എമൗണ്ട് നമ്മൾ കൊടുക്കാനുള്ള ലയബിലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം? കൊടുത്ത് തീർത്തേ പറ്റൂ. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 27,000 വരുന്നത് അല്ലേ? ക്രെഡിറ്റേഴ്സ് 20,000, 25,000, 2,000 രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് ബില്ല്. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 27,000 രൂപയാണ്. അപ്പോൾ 27,000 രൂപ കൊടുക്കുന്നതിൻ്റെ എൻട്രി കൊടുക്കുക. അപ്പം റിയലൈസേഷൻ അക്കൗണ്ട്, ഡെറ്റർ ടു ബാങ്ക്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ല് പെയ്ഡ്. ഇപ്പം എല്ലാം ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ കൊടുത്തു. ഇനി ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണം. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചു നോക്കണം.
അപ്പോൾ ഇനി നമുക്ക് റിയലൈസ് ഇനിയും കുറച്ച് എൻട്രി എഴുതാനുണ്ട്. അപ്പോൾ അതിനുള്ള സ്പേസ് അവിടെ പേജിൽ കടന്നോട്ടെ. നമുക്ക് ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. എന്നിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഇട്ട് കൂട്ടിയും കുറച്ചും ചെയ്തെന്നാൽ ചിലപ്പോൾ തെറ്റും. അപ്പോൾ അതിലെളുപ്പം നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ പറഞ്ഞതെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് എഴുതുന്നു. എന്താണത്? അസറ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതി, ലയബിലിറ്റി എല്ലാം എവിടെ എഴുതി? ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അസറ്റ് റിയലൈസ് ചെയ്തത് എവിടെ എഴുതി? ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ലയബിലിറ്റി പേ ഓഫ് ചെയ്ത് എവിടെ എഴുതി? ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ ഇതൊക്കെ മനസ്സിലായില്ല. ഇനി ഞാൻ ഇതൊന്നും പറയുന്നില്ല. ഇതിൻ്റെ എല്ലാം ഞാൻ മുമ്പേ വിശദമായിട്ട് പറഞ്ഞു. ഇനി പിന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചല്ലോ, നയന സ്റ്റോക്ക് എടുത്തില്ലേ? ഒരു പാർട്ട്ണർ നയന എന്ന് പറയുന്ന പാർട്ട്ണർ അസറ്റ് സ്റ്റോക്കിൻ്റെ പകുതി ഭാഗം എടുത്തില്ലേ? അപ്പോൾ എൻട്രി എങ്ങനെയാണ്? നയനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ നയനയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും വരണം, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഈ എടുത്ത 15,750 വരണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി റിയലൈസേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 1,98,575 കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് ഇവിടെയും കൂടുതൽ. അപ്പോൾ 11,575 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എങ്ങനെ ഏത് റേഷ്യോയിലാണ് വീതിക്കുന്നത്? ഈക്വലാണ് അല്ലേ? അപ്പോൾ ഈക്വലായിട്ട് വീതിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു 5 ആയതുകൊണ്ട് ഒരാൾക്ക് 5,788 ഒരാൾക്ക് 5,787 അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. അപ്പം 11,575 അല്ലേ? അപ്പം ഇങ്ങനെ അങ്ങ് റൗണ്ട് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പം പ്രോഫിറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എൻട്രി എഴുതണം. അതായത് റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ഇത് ആർക്കുള്ളതാണ്? പാർട്ട്നേഴ്സിനുള്ളതാണ് അല്ലേ? നയനയ്ക്കും അരൂഷിക്കും ഉള്ളതാണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയാണ്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട് എന്നാണല്ലോ വരുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കറണ്ട് അക്കൗണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട് കണ്ടോ. നയനയുടെ കറണ്ട് അക്കൗണ്ട്, അരുഷിയുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏത് അക്കൗണ്ടും കൂടി തയ്യാറാക്കേണ്ടതുണ്ട്? കറണ്ട് അക്കൗണ്ടും കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ടും വേണം, ക്യാപിറ്റൽ അക്കൗണ്ടും വേണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ മാത്രം എഴുതിയാൽ മതിയില്ല. അപ്പം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ എവിടെയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കറണ്ട് അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഈ റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇവിടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് തന്നിരിക്കുന്നത് കാരണമാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു നയനാസ് കറണ്ട് അക്കൗണ്ട് 5,788 ടു അരൂഷീസ് കറണ്ട് അക്കൗണ്ട് 5,787. റിയലൈസേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. മനസ്സിലായില്ലേ? ഇനി എന്താണ്? ഇനി നമുക്ക് ഇപ്പോൾ റിയലൈസേഷൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കറണ്ട് അക്കൗണ്ട് വരയ്ക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. നമുക്ക് ആദ്യം കറണ്ട് അക്കൗണ്ട് തയ്യാറാക്കാം. കറണ്ട് അക്കൗണ്ടിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതണം അല്ലേ? അപ്പം നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പം നമ്മൾ എഴുതുന്ന കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, അരൂഷിയുടെ അരൂഷിയുടെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. കണ്ടോ ഏത് സൈഡിലാണ് തന്നേക്കുന്നത്? ലൈബിലിറ്റി സൈഡിലാണ്. അപ്പോൾ അരൂഷിയുടെ കറണ്ട് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ആണ്. അത് എവിടെ കാണിക്കണം? ക്രെഡിറ്റിൽ. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് അരൂഷിയുടെ എമൗണ്ട് എവിടെ കാണിക്കണം? ക്രെഡിറ്റ്. അതിൻ്റെ കാരണം അറിയാമല്ലോ, ഇത് ലൈബിലിറ്റി അല്ലേ? അപ്പോൾ ഇത് എവിടെയാണ് തന്നേക്കുന്നത്? ക്രെഡിറ്റ് ആണ്. ലൈബിലിറ്റിക്കല്ലേ ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ആണ്. അപ്പോൾ അരൂഷിയുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ. എന്നാൽ ഇവിടെ നയനയുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് അസറ്റ് സൈഡിലാണ് തന്നേക്കുന്നത്. അതായത് അസറ്റിനല്ല ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം നയനയുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഏത് സൈഡിൽ വേണം എഴുതാനായിട്ട്? ഡെബിറ്റ് സൈഡിൽ. ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. 10,000 രൂപ. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? ഇവിടെ നയനയുടെ അക്കൗണ്ടിൽ പൈസ കമ്മിയാണ് അല്ലേ? ഇവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്, എക്സസ് കിടക്കുന്നുണ്ട് അല്ലേ? ഇനി അടുത്തത്, ഇനി നമുക്ക് ഇവിടെ ഒരു വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ് ഇല്ലേ? അപ്പോൾ അത് ആർക്കുള്ളതാ? പാർട്ട്നേഴ്സിനുള്ളതല്ലേ? അപ്പം നമുക്കിവിടെ കറണ്ട് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത് കാരണം നമുക്ക് ഈ റിസർവിനെ കറണ്ട് അക്കൗണ്ടിൽ 2 പേർക്കുമായിട്ട് നമുക്ക് വീതിച്ചു കൊടുക്കാം. വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറയുന്നത് എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. 2 പേർക്കും തുല്യമായിട്ട് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പോൾ 7,500 7,500. അത് മനസ്സിലായില്ലേ?
ഇനി ഇവിടെ നമുക്ക് റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട്, കറണ്ട് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതിയേക്കുന്നത്. ഇവിടെ നയനാസ് ക്യാപിറ്റൽ എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അത് നിങ്ങളങ്ങ് വെട്ടിയിട്ട് ഇത് കറണ്ട് എന്നാക്കിക്കോട്ടോ. നയനാസ് കറണ്ട് അക്കൗണ്ട് എന്ന് കൊടുക്കുക. നയനാസ് താഴെ അതുപോലെ ആയിക്കോളൂ കേട്ടോ. ഇനി അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ എത്രയാണ് രണ്ടുപേരുടെയും ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഇവിടെ 5788 നയനയ്ക്കും 5787 ആരൂഷിക്കും. ഇനി എന്താ ഉള്ളത്? ഒരു സ്റ്റോക്ക് ടേക്ക് ഓവർ ചെയ്ത കാര്യം പറയുന്നില്ലേ? ആരാ? നയനാണ് സ്റ്റോക്ക് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? നയനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ എവിടെ എഴുതണം? നയനയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അപ്പം നമ്മളിവിടെ കറണ്ട് അക്കൗണ്ട് ഉള്ള കാരണം ഏത് അക്കൗണ്ടിലേക്ക് എഴുതുന്നു? കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എഴുതുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ഈ അസറ്റ് ടേക്ക് ഓവർ ചെയ്തതും കൂടി എഴുതുന്നത് ഏതാണ്? റിയലൈസേഷൻ എന്നും പറഞ്ഞുകൊണ്ട് നയനയിൽ എടുത്തത് എത്ര രൂപയുടെയാണ്? 15,750 രൂപയുടെ സ്റ്റോക്ക് എടുത്തതിൻ്റെ. അപ്പോൾ അത് കുറച്ച് അവൾക്ക് ഇനി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ 10,000 രൂപ അവർക്ക് ഡെബിറ്റും കിടപ്പുണ്ട്, സ്റ്റോക്ക് എടുത്തതിൻ്റെ 15,750 കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ കറണ്ട് അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ. കറണ്ട് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക, ആ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇനി ടോട്ടൽ ചെയ്യുമ്പോൾ അരൂഷിക്ക് 23,287, അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ് അരൂഷിയുടെ അക്കൗണ്ടിന്. അരൂഷിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിനർത്ഥം എന്താ? ഇത്രയും എമൗണ്ട് അവളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇത്രയും അവൾക്ക് അക്കൗണ്ടിൽ ഉള്ളതാണ്, അത് കിട്ടേണ്ടതാണ് ഈ പറയുന്ന പ്രോഫിറ്റ് അല്ലേ. ഇത്രയും അവൾക്ക് ചെല്ലേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഒന്നും അവളുടെ അക്കൗണ്ടിൽ നിന്ന് കുറയാനില്ല. 23,287 രൂപയും അവളുടെ അക്കൗണ്ടിലേക്ക് ചെല്ലേണ്ടതാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഇവിടെ നയനയുടെ കാര്യം വരുമ്പോൾ നയനയ്ക്ക് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അതായത് അവളുടെ അക്കൗണ്ടിൽ എത്രയേ ഉള്ളൂ? ഈ 7,500ഉം 5,788 കൂടെ ചേർന്ന് 13,288 രൂപയെ നയനയുടെ അക്കൗണ്ടിലുള്ളൂ. അതിൽ നിന്ന് ഈ 10,000 രൂപ ഇവിടെ ഒരു ഡെബിറ്റല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് 10,000 രൂപ അത് കുറയും. അതുപോലെ തന്നെ സ്റ്റോക്ക് എടുത്ത 15,750 രൂപ അതിന് കൊടുക്കൂലല്ലോ, അതും കുറയും. അത് രണ്ടും കുറഞ്ഞു കഴിഞ്ഞെന്നാൽ രണ്ടും കൂടി 25,750 വേണ്ടത്. പക്ഷേ എത്രയേ ഉള്ളൂ? 13,288 രൂപയുള്ളൂ. അതായത് അവൾ ശരിക്കും പറഞ്ഞാൽ ഒരു 12,462 രൂപ ഇനി കൊണ്ടുവരേണ്ടതാണ്. അതായത് അത്രയും രൂപയുടെ കുറവുണ്ട് അല്ലേ. അപ്പം ഇനിയിപ്പം നമ്മുടെ ഫെയിം ക്ലോസ് ചെയ്യാൻ പോയി. ഇനിയിപ്പോൾ അവൾ ക്യാഷ് ഒന്നും കൊണ്ടുവരണ്ട. അപ്പം നമ്മളിനി കൊടുക്കാനുള്ളത് കണ്ടുപിടിക്കുമ്പോൾ ഈ തുക എന്ത് ചെയ്യും? അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചാൽ മതി. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളിനി ഈ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പം നയനയ്ക്ക് ഡെബിറ്റ് ബാലൻസ് ആണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അപ്പം നയനാസ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. മനസ്സിലായില്ലേ? ഇനി അതുപോലെ ഇവിടെ അരൂഷിക്ക് ഏത് ബാലൻസാണ് ഉള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത് എഴുതുമ്പോൾ ഇവിടെ വരും. അതിനെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. അരൂഷിയുടെ ബാലൻസ് 23,287 വരും. അതിനിങ്ങനെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പിന്നെ നമ്മൾ ആദ്യം എന്തെഴുതണം? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുമ്പോൾ നയനയുടേത് 1,00,000, അരൂഷിയുടേത് 50,000. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതുന്നു. പിന്നെ ഇവിടെ അരൂഷിക്ക് ഇനി ചെല്ലാനുള്ളത് 23,287 അതെഴുതി. പിന്നെ ഇവിടെ നയനയുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കാനുള്ളത് ഇനി എത്രയാണ്? 12,462 രൂപയുടെ കമ്മി അല്ലെങ്കിൽ ഷോർട്ടേജാ, അതങ്ങ് കുറയ്ക്കും. ഈ 1,00,000ത്തിൽ നിന്ന് ഇത് കുറച്ചിട്ട് ഇനി ബാക്കിയാണ് നമ്മൾ പേ ചെയ്യുള്ളൂ. എത്രയാണ്? 87,538. അപ്പോൾ ഈ 1,00,000 ആണല്ലോ ഉള്ളൂ. അതിൽ നിന്ന് ഈ ഷോർട്ടേജ് ഉള്ള എമൗണ്ട് അങ്ങ് പിടിച്ചിട്ട് ബാക്കി എമൗണ്ടാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അരൂഷിക്ക് 73,287 രൂപയും നയനയ്ക്ക് 87,538 രൂപയുമാണ് കൊടുക്കേണ്ടത്. അതായത് കാരണം എന്താ? രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിന് ഇപ്പോൾ ഇവിടെ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ്. രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യണം? പേ ചെയ്യണം. അപ്പോൾ ഇനി അത് ഇത്രയും അവരുടെ അക്കൗണ്ടിലേക്ക് പേ ചെയ്യണം.
അപ്പോൾ ഇനി അതിൻ്റെ എൻട്രിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതേ ഇവിടെ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ട്രാൻസ്ഫർ ചെയ്തത് അറിയാമല്ലോ. കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു 15,000 1:1 എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അരൂഷീസ് കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു അരൂഷീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അരൂഷയുടെ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിന് ടു അരൂഷീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ തന്നെ നയനയുടെയും കറണ്ട് അക്കൗണ്ട് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തു. ഞാനിവിടെ പറഞ്ഞില്ലേ ഇവളുടെ അക്കൗണ്ടിലെ ബാലൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അരൂഷയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് ക്രെഡിറ്റ് ബാലൻസ് ഇല്ലാതെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അത് ഇനി അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 87,538 73,287. അത് അതിൻ്റെ എൻട്രിയാണ് ഈ കിടക്കുന്നത്. ഫൈനൽ എമൗണ്ട് ഡ്യൂ ടു പാർട്ട്നേഴ്സ് പെയ്ഡ്. പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള അപ്പം രണ്ടുപേർക്കും ഇത്രയും വെച്ചാണ് കൊടുക്കേണ്ടത്. അപ്പം കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പോൾ എങ്ങനെ വരും? ടു ബാങ്കിൽ നിന്ന് ആരുടെ അക്കൗണ്ടിലേക്ക്? നയനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 87,538, അരൂഷീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 73,287 ടു ബാങ്ക് അക്കൗണ്ട് 1,60,825. ഇനി നമുക്ക് ഒരു അക്കൗണ്ടും കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. ഏതാണത്? ബാങ്ക് അക്കൗണ്ട്. ഇപ്പം നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ് എങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും എല്ലാം ഈക്വലായിട്ട് വരും. അപ്പം നമുക്ക് ആദ്യം ബാങ്ക് അക്കൗണ്ടിൻ്റെ നമുക്കറിയാം. ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് അതിൻ്റെ റെസീപ്റ്റ്സ് എല്ലാം വരുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പേയ്മെൻറ്റുകളാണ് വരുന്നത് അല്ലേ. അപ്പം നമ്മുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയാണ്? ബാങ്ക് ബാലൻസ് 30,000 രൂപയാണ് അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ബാങ്കിലെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയാണ്. അപ്പോൾ അതേത് സൈഡിൽ എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിൽ എഴുതി, അതായത് 30,000 രൂപ. പിന്നെ നമുക്ക് ബാങ്കിലേക്ക് പണമായിട്ട് വന്നേക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ അസറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്തപ്പോൾ വിറ്റപ്പോൾ കിട്ടിയത് അല്ലേ. അതായത് ഇത്രയും അസറ്റുകൾ നമ്മൾ വിറ്റു, ഇത്രയും അസറ്റ് വിറ്റപ്പോൾ നമുക്ക് 1,57,825 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും വന്ന പൈസയാണ്, റെസിപ്റ്റാണ്. അപ്പോൾ അതെവിടെ എഴുതണം? നമ്മൾ റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ആ എമൗണ്ട് എവിടെ എഴുതുന്നു? ഈ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കുന്ന പൈസകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പോയേക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ കുറച്ച് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്തില്ലേ. അപ്പോൾ നമ്മളിവിടെ ബാങ്കിൽ നിന്നും പറഞ്ഞ് എഴുതിയിട്ടില്ലേ അതെ ഇത്രയും ലയബിലിറ്റി, അതായത് ക്രെഡിറ്റർക്ക് 20,000 കൊടുത്തു, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 5,000 കൊടുത്തു, ഔട്ട്സ്റ്റാൻഡിങ് ബില്ല് ഒരു 2,000 കൊടുത്തു, മൊത്തം 27,000 രൂപ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 27,000 കാണിച്ചിരിക്കുന്നത്. ഇനി ഏതാ നമ്മൾ കൊടുത്തേക്കുന്നത്? ഈ രണ്ട് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാനുള്ള തുക അല്ലേ. അതിൽ നയനയ്ക്ക് എത്രയാണ്? 87,538 അരൂഷിക്ക് 73,287 രൂപയുമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും എഴുതി. അപ്പം നോക്കിക്കേ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈസയെ നമ്മൾ കൊടുത്തു തീർക്കാനുണ്ടായിരുന്ന പൈസ എല്ലാം തുല്യമായി, എല്ലാം ക്ലോസായി, ഫേം ഡിസോൾവ് ആയി, ഇനി ഒന്നും മിച്ചം കിടപ്പില്ല. അപ്പം നമുക്ക് എന്ത് അനുമാനിക്കും? ഇത് രണ്ടും ഈക്വലായി കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.